സമാധാനമില്ലാതെ ഞാനലഞ്ഞു, യേശു സമാധാനമായി എൻ്റെ അരികിൽ വന്നു. അവൻ എന്നെ അണച്ചു, അവൻ എന്നെ താങ്ങി, തൻ ഭുജബലത്താൽ എന്നെ നടത്തിയിടുന്നു. സ്തോത്രം. ഇന്ന് പകൽക്കാലം കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിനോട് സംസാരിച്ച് ആശ്വാസം നൽകിയൊരു വചനം നിങ്ങൾക്കായി വായിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 27-ാം വാക്യം. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ഭ്രമിക്കുകയും അരുത്. ആമേൻ. ഇത് യേശുക്രിസ്തുവിൻ്റെ വാഗ്ദത്തമാണ് നമ്മളോട് ഓരോരുത്തരോടും. യേശു തൻ്റെ സമാധാനം നമ്മൾക്ക് തന്നേച്ചാണ് പോയത്. ആ ദിവ്യ സമാധാനം ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ഹൃദയങ്ങളിൽ എന്നറിയപ്പെടട്ടെ. അനേക ഭാരങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, കടഭാരങ്ങൾ, സാമ്പത്തിക ക്ലേശങ്ങൾ, ഇതെല്ലാം മൂലം മനഭാരം അനുഭവിക്കുന്നവർ നമുക്ക് ചുറ്റുമുണ്ട്, എന്നെ കേൾക്കുന്നതിലുമുണ്ട്. എന്നാൽ ഒരു കാര്യം പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാം മനസ്സിലാക്കുക, യേശുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ ഈ സാഹചര്യങ്ങളുടെ മേൽ ഹല്ലേലൂയ നിങ്ങളെല്ലാം അതിജീവിപ്പിച്ച് നടത്തുന്ന ഒരു ശക്തി വ്യാപരിക്കും. യേശുവിൻ്റെ സമാധാനത്താൽ നിറയപ്പെടട്ടെ. കർത്താവ് യേശു ക്രിസ്തുവിനെ ജീവിതത്തിലേക്ക് രക്ഷകനായി കർത്താവായി സ്വീകരിക്കുമ്പോൾ അതോടൊപ്പം ആ ദിവ്യ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ, നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ കടന്നു വരുന്നു. ആ സമാധാനം നമ്മളെ ഈ അസമാധാനം നിറഞ്ഞ ലോകത്ത് ശക്തിയോടെ ജീവിപ്പാൻ, സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിപ്പാൻ നിങ്ങൾക്ക് ബലം നൽകും. ഇന്ന് പകൽക്കാലവും നിങ്ങളെ ഓരോരുത്തരെയും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ. ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട്, എന്നാൽ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ ആ കഷ്ടങ്ങളെയൊക്കെ അതിജീവിച്ചിരിക്കുന്നു. ആ ജയാളിയായവൻ നമ്മളോട് കൂടെ ഉണ്ടല്ലോ. ഇന്ന് ഒരു വാക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ പിതാവിൻ്റെ അരികിലേക്ക് കടന്നു വരുന്നു. നിൻ്റെ മക്കളെ ഓരോരുത്തരെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അനേക ഭാരങ്ങളാൽ, അസമാധാനങ്ങളാൽ, രോഗങ്ങളാൽ, സങ്കടങ്ങളാൽ ആകുലപ്പെടുന്നവരുണ്ടല്ലോ കർത്താവേ. അവരുടെ ഹൃദയങ്ങളിൽ അങ്ങയുടെ ദിവ്യ സമാധാനം കൊണ്ടെന്ന് പകൽ നിറയ്ക്കണമേ. കർത്താവെ, യേശുവിനെ കണ്ടുമുട്ടുവാൻ, ഹല്ലേലൂയ സ്തോത്രം, ലോകത്തിൽ നേരിടുന്ന പ്രതികൂലങ്ങൾ യേശുവിനോടൊപ്പം നേരിടുവാൻ അവർക്ക് കൃപ കൊടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. പിതാവ് പ്രാർത്ഥന കേട്ട ദയക്കായി സ്തോത്രം. ആമേൻ. സ്തോത്രം. എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ ഐശ്വര്യമായി അനുഗ്രഹിക്കുന്നു. എല്ലാ ഹൃദയങ്ങളിലും ദിവ്യ സമാധാനം വാഴട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ.